നമ്മുടെ കറണ്ട് അഫയേഴ്സ് വീഡിയോ സീരീസിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2023 ഗ്രാൻഡ് സ്ലാം ആണ് പഠിക്കുന്നത്. നമ്മുടെ വീഡിയോ സീരീസ് എത്രമാത്രം ഗുണകരമാവുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന പോലീസ് ഡ്രൈവർ പരീക്ഷ. കറണ്ട് അഫയേഴ്സ് നമ്മൾ നോക്കിയ 9ഓളം ചോദ്യങ്ങളാണ് ആ പരീക്ഷയിൽ ചോദിച്ചത്. ഇനി വരാൻ പോകുന്ന പരീക്ഷകളിലും ധാരാളം ചോദ്യങ്ങൾ നമ്മുടെ വീഡിയോസിൽ നിന്ന് ഉറപ്പായിട്ട് ചോദിക്കും. അപ്പോൾ വേണ്ട പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോസ് ഒക്കെ കണ്ടുപഠിക്കാനായിട്ട് ശ്രമിക്കുക. മുൻപുള്ള വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കണ്ട് നല്ലവണ്ണം പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കറണ്ട് അഫയേഴ്സിൽ നിന്ന് മുഴുവൻ മാർക്കും നേടാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ 2023 ഗ്രാൻഡ് സ്ലാം ആണ്. അപ്പോൾ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റിൽ എല്ലാ വർഷവും ആദ്യം നടക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? അത് നോവാക് ജോക്കോവിച്ച് ആണ്. ഇപ്പൊ 2023 ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ പുരുഷ കിരീടങ്ങൾ 3 നേടിയത് നോവാക് ജോക്കോവിച്ച് ആണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് നോവാക് ജോക്കോവിച്ച് ആണ്. അദ്ദേഹം സെർബിയക്കാരനാണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? അരിയാന സബലങ്കയാണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം അരിയാന സബലങ്ക. 2023 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം. അപ്പൊ രണ്ടാമത് നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ആണ് ഫ്രഞ്ച് ഓപ്പൺ. 2023 ഫ്രഞ്ച് ഓപ്പൺ കിരീടം പുരുഷ സിംഗിൾസ് നേടിയത് നോവാക് ജോക്കോവിച്ച് തന്നെയാണ്. 2023 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് ഇഗ സ്വിയാടെക് ആണ്. അപ്പോൾ ഇഗ സ്വിയാടെക് പോളണ്ടുകാരിയാണെന്നും കൂടി ഓർക്കുക. അപ്പൊ 2023 ഫ്രഞ്ച് ഓപ്പൺ കിരീടം നോവാക് ജോക്കോവിച്ച് സ്വന്തമാക്കിയതോടുകൂടി അദ്ദേഹം റാഫേൽ നദാലിന്റെ ഒപ്പം എത്തുകയാണ് ഉണ്ടായത്. ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് കിരീടങ്ങൾ നേട്ടത്തിൽ റാഫേൽ നദാലിനൊപ്പം നോവാക് ജോക്കോവിച്ച് എത്തി. പിന്നീട് നോവാക് ജോക്കോവിച്ച് റാഫേൽ നദാലിനെയും പിന്തള്ളി ടെന്നീസിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയ താരം എന്ന റെക്കോർഡ് നോവാക് ജോക്കോവിച്ച് സ്വന്തമാക്കി. അപ്പൊ നിലവിൽ ടെന്നീസിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുള്ളത് നോവാക് ജോക്കോവിച്ച് ആണ്. 24 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളാണ് നോവാക് ജോക്കോവിച്ചിന്റെ പേരിൽ ഉള്ളത്. 2023 ഫ്രഞ്ച് ഓപ്പണിൽ നിന്നും റാഫേൽ നദാല് പിന്മാറി. അത് കാരണം വളരെ എളുപ്പത്തിൽ നോവാക് ജോക്കോവിച്ചിന് ഫ്രഞ്ച് ഓപ്പൺ കിരീടം സ്വന്തമാക്കാനായിട്ട് സാധിച്ചു. സാധാരണഗതിയിൽ ഫ്രഞ്ച് ഓപ്പൺ മത്സരങ്ങളിൽ വിജയിയാവുന്നത് റാഫേൽ നദാല് തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കളിമൺ കോർട്ടിലെ രാജകുമാരൻ എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ 2023 വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ ഈ ഒരു പേര് മാത്രമേ നമ്മൾ മാറ്റി പഠിക്കേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം നോവാക് ജോക്കോവിച്ച് തന്നെയാണ്. അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ കിരീടം വിംബിൾഡൺ കിരീടം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് കാർലോസ് അൽക്കാരസ് ആണ്. അദ്ദേഹം സ്പെയിൻകാരനാണ്. 2023 വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? അത് പുതിയൊരു പേരാണ്, നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തൊരു പേരാണ്. മാർക്കറ്റ വോൺഡ്രോസോവ എന്ന ചെക്ക് റിപ്പബ്ലിക്കൻ താരമാണ് 2023 വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. ഒരു വർഷം നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റിലെ അവസാനത്തെ ടൂർണമെന്റ് ആണ് US ഓപ്പൺ എന്ന് പറയുന്നത്. അപ്പൊ 2023 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു 3 നേടിയത് നോവാക് ജോക്കോവിച്ച് ആണ്. വിംബിൾഡൺ മാത്രമേ കാർലോസ് അൽക്കാരസ് എന്ന മറ്റൊരു വ്യക്തി നേടിയിട്ടുള്ളൂ. അപ്പൊ 2023 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? നോവാക് ജോക്കോവിച്ച് ആണ്. അത് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം കൊക്കോ ഗോഫ് ആണ്. അതൊരു പുതിയ പേരാണ്, കൊക്കോ ഗോഫ് എന്നാണ് അവരുടെ പേര്. 2023 വനിതാ US ഓപ്പൺ കിരീടം കൊക്കോ ഗോഫ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ 2023 ഗ്രാൻഡ് സ്ലാമിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ ഗ്രാൻഡ് സ്ലാമിനെ സംബന്ധിച്ച് പൊതുവായി PSC മുൻപ് ചോദിച്ചിട്ടുള്ള ചില മുൻവർഷ ചോദ്യങ്ങളും കൂടി ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അതും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് അതും കൂടി നമുക്ക് നോക്കാം. അപ്പൊ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളിൽ ആദ്യം നടക്കുന്നത് ഏതാണ്? ആ ഓർഡറിലാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ആദ്യം നടക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്, രണ്ടാമത് ഫ്രഞ്ച് ഓപ്പൺ, മൂന്നാമത് വിംബിൾഡൺ, നാലാമത് US ഓപ്പൺ. അപ്പൊ ആദ്യം നടക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയ പുരുഷ താരം നമ്മൾ നേരത്തെ പറഞ്ഞു നോവാക് ജോക്കോവിച്ച് ആണ്. 24 കിരീടങ്ങളാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയ വനിതാ താരം ആരാണെന്ന് ചോദിച്ചാൽ അത് മാർഗരറ്റ് കോർട്ട് ആണ്. 24 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളാണ് അവർ നേടിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്ത് സെറീന വില്യംസ് ആണ്.
കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയ ഇന്ത്യൻ താരം ആരാണെന്ന് ചോദിച്ചാൽ അത് ലിയാൻഡർ പേസ് ആണ്. ആദ്യമായി ഒരു ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് മഹേഷ് ഭൂപതിയാണ്. ലിയാൻഡർ പേസ്, മഹേഷ് ഭൂപതി സഖ്യം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയ ഇന്ത്യക്കാരൻ ലിയാൻഡർ പേസും ആദ്യമായി ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ ഇന്ത്യക്കാരൻ മഹേഷ് ഭൂപതിയുമാണ്. ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയിട്ടുള്ള ഏക ഇന്ത്യൻ വനിതാ താരമാണ് സാനിയ മിർസ. ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയിട്ടുള്ള ഏറ്റവും പ്രായം കൂടിയ താരം ആരാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യക്കാരനായ റോഹൻ ബൊപ്പണ്ണയാണ്. 2024 ജനുവരി മാസത്തിലാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്. കൂടുതൽ ഫ്രഞ്ച് ഓപ്പൺ കിരീടങ്ങൾ നേടിയിട്ടുള്ള വ്യക്തിയാണ് റഫേൽ നദാല്. അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞു കളിമൺ കോർട്ടിലെ രാജകുമാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് റഫേൽ നദാലാണ്. കൂടുതൽ വിംബിൾഡൺ കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത് റോജർ ഫെഡറർ ആണ്. റോളൻഡ് ഗാരോസ് എന്നറിയപ്പെടുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഫ്രഞ്ച് ഓപ്പൺ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ആണ്. അടുത്തത് നമ്മൾ ഈ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകൾ നടക്കുന്ന കോർട്ടുകളെ സംബന്ധിച്ച് നമുക്കൊന്ന് ഒരു ചെറിയ അറിവുണ്ടാവണം. അത് എന്ത് തരം കോർട്ടുകളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ നടക്കുന്നത് ഹാർഡ് കോർട്ടിലാണ്. ആദ്യത്തെ ടൂർണമെന്റ് ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ, അത് ഹാർഡ് കോർട്ടിലാണ്. അതുകൊണ്ട് അവസാനത്തെ ടൂർണമെന്റ് നമുക്കറിയാം US ഓപ്പൺ ആണ്, അത് നടക്കുന്നതും ഹാർഡ് കോർട്ടിൽ തന്നെയാണ്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ അത് ഓർത്തിരിക്കാം. അപ്പം ഓസ്ട്രേലിയൻ ഓപ്പണും US ഓപ്പണും നടക്കുന്നത് ഹാർഡ് കോർട്ടിലാണ്. പിന്നെ രണ്ടാമത് നടക്കുന്നത് ഏതാണ്? ഫ്രഞ്ച് ഓപ്പൺ ആണ്, അത് കളിമൺ കോർട്ടിലാണ്. ഫ്രഞ്ച് ഓപ്പൺ എപ്പോഴും റഫേൽ നദാലാണ് നേടുക. അദ്ദേഹം കളിമൺ കോർട്ടിലെ രാജകുമാരൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കളിമൺ കോർട്ട് ഫ്രഞ്ച് ഓപ്പൺ എന്ന് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വിംബിൾഡൺ നടക്കുന്നത് എവിടെയാണ്? ഗ്രാസ് കോർട്ടിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 2023 ഗ്രാൻഡ് സ്ലാം കിരീട നേട്ടങ്ങൾ ആരൊക്കെയാണ് നേടിയതെന്നും അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഗ്രാൻഡ് സ്ലാമിനെ സംബന്ധിച്ച ചില അടിസ്ഥാന വിവരങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടിട്ടുള്ള അതിന്റെ വ്യക്തമായും എഴുതി നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റിന്റെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് മാത്രമല്ല അതിന്റെ അടിസ്ഥാന വിവരങ്ങളിൽ നിന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ചാലും ഉത്തരം കണ്ടെത്താനായിട്ട് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. PSC പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഈ ചാനലിലെ കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.